ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ക്രിസ്തുമസിന് ഇക്കുറി ഓണപരീക്ഷയ്ക്ക് ഇത്തവണ വീണ്ടും ക്രിസ്മസ് പരീക്ഷയുടെ ഇംഗ്ലീഷ് പേപ്പറിൽ വകുപ്പ് തല അന്വേഷണത്തിനും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോടൊപ്പം നിർദ്ദേശമുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള 6 അംഗ സമിതിയായിരിക്കും അന്വേഷിക്കുക. വിവാദം റിപ്പോർട്ട് TV പുറത്തെത്തിച്ച് 5ാമത്തെ ദിവസമാണ് നടപടിയിലേക്ക് കടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അച്ചടിയിലും വിതരണത്തിലും വീഴ്ചയുണ്ടായോ എന്നതിലാണ് പ്രധാനമായിട്ടും പരിശോധന. ചോദ്യങ്ങൾ തയ്യാറാക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഈ ചോദ്യങ്ങൾ പുറത്തു പോവുക? അത് അന്വേഷിക്കണം. 1 മാസത്തിനകം മന്ത്രിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് നൽകും. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് DGPയെ കണ്ട് സംഭവത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി. ചോദ്യപേപ്പർ ചോരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുന്നു. ചോദ്യപേപ്പർ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അധ്യാപകർക്കാണ്. എന്നാൽ ആ അധ്യാപകരിൽ പലരും മുൻപേ ഉണ്ടായിരുന്ന അധ്യാപകരുടെ ശിഷ്യന്മാരാണ്. അവർ പലപ്പോഴും ഈ ചോദ്യങ്ങൾ കൈമാറുന്നു എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ സ്കൂൾ അധ്യാപകരെ പഠിപ്പിക്കുന്നതും പരിശോധിക്കുക കൂടി ചെയ്യും എന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നു. യൂട്യൂബ് ചാനലായ MS സൊല്യൂഷൻസിന് സകല സീമകളും ലംഘിച്ചു എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞത്. അവരുടെ ലാഭത്തിന് വേണ്ടിയാണ് അവരത് ചെയ്തത്. അത് പർവ്വതീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. കേവലം ഈ പ്രസ്താവനയിൽ ഒതുക്കാൻ കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ചോർത്തിയത് ആര്? ചോദ്യപേപ്പറിലെ ചില ഭാഗങ്ങൾ യൂട്യൂബ് ചാനൽ പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ഇന്ന് ചേർന്നിരുന്നു. പ്രസ്തുത വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ DGPക്കും സൈബർ സെല്ലിനും പരാതി നൽകിയിട്ടുണ്ട്. പ്രശ്നത്തിന്റെ ഗൗരവത്തെ സംബന്ധിച്ചിടത്തോളം ഞാനിന്ന് 3:30 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി അരമണിക്കൂർ നേരം ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തു. വളരെ കർശനമായ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ 6 അംഗ സമിതിയെ അന്വേഷണ കമ്മീഷനായിട്ട് രൂപീകരിച്ചു. 1 മാസത്തിനകം അവർ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കും. അതോടൊപ്പം തന്നെ പോലീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണവും നടക്കും.